നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. SNDP യോഗം ശാഖാ നമ്പർ 409 ശ്രീ ഹരിഹര ബ്രഹ്മനിഷ്ഠ മഠം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. നാവിൽ കൊതിയൂറും നാടൻ വിഭവങ്ങളുമായി ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ LP സ്കൂളിലെ കുരുന്നുകളുടെ നേതൃത്വത്തിലാണ് തനിമയാർന്ന രുചിക്കൂട്ടുകളുടെ മേള ഒരുക്കിയത്. സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. റൈറ്റേഴ്സ് ഫോറം പ്രതിമാസ സാഹിത്യ സംഗമവും പുസ്തക പ്രകാശന ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ ചടയമൂരി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഡോക്ടർ നെടുമുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. SNDP യോഗം ശാഖാ നമ്പർ 409 ശ്രീ ഹരിഹര ബ്രഹ്മനിഷ്ഠ മഠം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. SNDP യോഗം ശാഖാ നമ്പർ 409 ശ്രീ ഹരിഹര ബ്രഹ്മനിഷ്ഠ മഠം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ വടക്കൻ പറവൂർ രാകേഷ് തന്ത്രികൾ തൃക്കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. വൃശ്ചികം 14 ആരംഭിച്ച തിരുവുത്സവം ഈ മാസം 7-നാണ് അവസാനിക്കുന്നത്. ജനറൽ കൺവീനർ സിനു ചാക്കുപറമ്പ്, G മജ്നു, K സെൽവരാജൻ, ജ്യോതിമോൾ, A സജീവൻ, സജേഷ് ചാക്കുപറമ്പ്, P സുനിൽ എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം തന്ത്രിയെ കൂടാതെ ക്ഷേത്രം മേൽശാന്തി യതീഷ് ശാന്തികൾ, ശ്രീകാര്യം L ഗോകുൽദാസ്, ക്ഷേത്രം ജീവനക്കാരായ സരസ്വതി, പ്രേമ, സനൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നാവിൽ കൊതിയൂറും നാടൻ വിഭവങ്ങളുമായി ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ LP സ്കൂളിലെ കുരുന്നുകളുടെ നേതൃത്വത്തിലാണ് തനിമയാർന്ന രുചിക്കൂട്ടുകളുടെ മേള ഒരുക്കിയത്. ന്യൂസ് സ്റ്റാർ ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക്. വിദ്യാഭ്യാസ വകുപ്പിൽ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലുമുള്ള പാഠ്യവിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഭക്ഷ്യമേളയാണ് ലജനത്തുൽ മുഹമ്മദിയ LP സ്കൂൾ വളരെ ഭംഗിയായി പൂർവോപരി ശക്തിയായി എന്നിവിടെ സംഘടിപ്പിക്കുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അതിയായ ആഹ്ലാദവും സന്തോഷവും. പ്രത്യേകിച്ച് ഞാൻ കൂടി പഠിച്ച ഒരു വിദ്യാലയം എന്ന നിലയിൽ അതിൻ്റെ ഒരു ഗ്രഹാതുരത്വം ശരിക്കും അനുഭവിച്ച ഒരു ദിനം കൂടിയായിരുന്നു ഇന്ന്. നമുക്കറിയാവുന്ന പോലെ കേരളീയ തനിമ, നാടൻ വിഭവങ്ങളുടെ ഒരു ഭക്ഷ്യമേള കൂടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിന് പിന്നിൽ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും കാര്യമായി അധ്വാനിച്ചിട്ടുണ്ട്. ഇന്ന് ഇത് സംഘടിപ്പിക്കുന്നതിൽ അധ്യാപകർ കാട്ടിയിട്ടുള്ള വലിയ ജാഗ്രത വളരെ പ്രശംസനീയമാണ്. തീർച്ചയായും വളരെ ഭംഗിയായി നടത്തിയ ഈ പരിപാടിക്ക് എല്ലാവിധ അനുമോദനങ്ങളും ആശംസകളും. പഴമയുടെ തനിമ വിളിച്ചോതുന്ന രുചിപ്പന്തൽ. പഴയകാല പ്രസിദ്ധീകരണങ്ങൾ ഒരു വശത്ത്, മറുവശത്ത് നാവിൽ കൊതിയൂറും രുചിക്കൂട്ടുകൾ. എല്ലാം കൂടി ഒരു കുടക്കീഴിലായതോടെ കണ്ടുനിന്നവർക്ക് കൗതുക കാഴ്ചയായി. ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ LP സ്കൂളിലെ കുരുന്നുകളാണ് സഹപാഠികൾക്കെന്ന പോലെ അധ്യാപകർക്കും കൗതുകമായി വേറിട്ട ഭക്ഷ്യമേള ഒരുക്കിയത്. 1-ാം ക്ലാസ്സിലെ പിന്നെയും പിന്നെയും പാലപ്പം, 2-ാം ക്ലാസ്സിലെ രുചിമേളം എന്നീ പാഠപ്രവർത്തനങ്ങളുടെ നേർക്കാഴ്ചയായി മാറി അക്ഷരാർത്ഥത്തിൽ കുരുന്നുകളുടെ ഭക്ഷ്യമേള. തനിനാടൻ വിഭവങ്ങൾ കൊണ്ട് ഗതകാല സ്മരണകൾ ഉണർത്തുന്നതോടൊപ്പം വേറിട്ട അനുഭവമൊരുക്കാനും കുട്ടിക്കുരുന്നുകൾക്കായി എന്നത് ഭക്ഷ്യമേള വേറിട്ടതാക്കി മാറ്റി. നേരത്തെ സ്കൂൾ മാനേജർ AM നസീർ കുരുന്നുകളുടെ മേളയ്ക്ക് തുടക്കം കുറിച്ചു. ലജനത്തുൽ മുഹമ്മദിയ ജനറൽ സെക്രട്ടറി ഫൈസൽ ഷംസുദ്ദീൻ, സ്കൂൾ പ്രധാനാധ്യാപകൻ അബ്ദുൽ മാഹിൻ റഷീദ്, സ്റ്റാഫ് സെക്രട്ടറി PS സുൽഫത്ത് എന്നിവർ സംബന്ധിച്ചു. അധ്യാപകരായ AM മുഹമ്മദ് ഷാഫി, സജ്ജാദ് റഹ്മാൻ, അൽതാഫ്, സജീന കാസിം, ജയലക്ഷ്മി, മുഹസിന, നസ്നി, നൗസിയ, ആമിന, ദിയ, ഷമീന എന്നിവർ ഭക്ഷ്യമേളയ്ക്ക് നേതൃത്വം നൽകി. സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി.
സെയിന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. ഇന്റലിജന്റ് സിസ്റ്റംസ് ഫോർ സ്മാർട്ട് സിറ്റീസ് ആൻഡ് അർബൻ മൊബിലിറ്റി എന്ന വിഷയത്തിലാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ആശിഷ് വർമ്മ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകമാണ് നഗരങ്ങളെന്നും അനിയന്ത്രിതമായ നഗരവൽക്കരണം മൂലം ഗതാഗത സംവിധാനങ്ങളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും അത്യന്താപേക്ഷിതമായിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജ് ചെയർമാൻ എഞ്ചിനീയർ ജോസ് തോമസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി അജിത് പ്രഭു ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പ്രൊഫസർ ക്രിസ് മറിൻ വർഗീസ് പരിശീലന പരിപാടിയെക്കുറിച്ച് വിശദീകരണം നടത്തി. ഡോക്ടർ എം ജോൺ റോബർട്ട് പ്രിൻസ്, പ്രൊഫസർ മഞ്ജിത് കുമാർ എന്നിവർ സംസാരിച്ചു. 6 ദിവസം നീണ്ടു നിൽക്കുന്ന പരിശീലന പരിപാടിയിൽ വിവിധ മേഖലയിലെ വിദഗ്ധർ ക്ലാസ് നയിക്കുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. റൈറ്റേഴ്സ് ഫോറം പ്രതിമാസ സാഹിത്യ സംഗമവും പുസ്തക പ്രകാശന ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ ചടയമൂറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഡോക്ടർ നെടുമുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. റൈറ്റേഴ്സ് ഫോറം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിമാസ സാഹിത്യ സംഗമവും പുസ്തക പ്രകാശന ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ ചടയമൂറി ഹാളിൽ സംഘടിപ്പിച്ച സാഹിത്യ സംഗമം സമസ്ത കേരള സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി ഡോക്ടർ നെടുമുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. അലക്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കരുത്തായി തീർന്നത് ഈ ഇംഗ്ലീഷ് അധ്യാപകൻ ആയുള്ള ഒരു പരിശീലനവും അതുപോലെ തന്നെ മലയാള പുസ്തകങ്ങൾ ധാരാളമായി വായിക്കാൻ അദ്ദേഹം തയ്യാറായതുമാണ്. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ കഥകളും കവിതകളും നുറുങ്ങു കവിതകളും ഒക്കെ എഴുതി ആണ് അലക്സിന്റെ തുടക്കം. ഊരാളിപ്പാട്ട് എന്ന് പറയുന്ന ആ കൃതി വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. വളരെയേറെ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഇടയിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അപ്പൊ ആ നിലയിൽ അവിടെ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ 3 പുസ്തകങ്ങൾ ഒരുമിച്ച് പ്രകാശനം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അലക്സ് വളർന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അങ്ങേറ്റ അനുമോദനാർഹമായ ഒരു. റൈറ്റേഴ്സ് ഫോറം പ്രസിഡന്റ് ഡോക്ടർ JKS വീട്ടൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ഡോക്ടർ പള്ളിപ്പുറം മുരളി സാഹിത്യം പ്രദാനം ചെയ്യുന്നത് എന്ന വിഷയത്തെ അധികരിച്ചും കേരള ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ നാടൻപാട്ടും കലകളും വിഷയത്തെ അധികരിച്ചും പ്രഭാഷണം നടത്തി. തുടർന്ന് ചിന്തകനും നിരൂപകനും എഴുത്തുകാരനും റൈറ്റേഴ്സ് ഫോറം മുൻ സെക്രട്ടറിയുമായ അലക്സ് നെടുമുടി രചിച്ച വ്യത്യസ്തങ്ങളായ 3 പുസ്തകങ്ങളുടെ പ്രകാശനവും സാഹിത്യ സംഗമത്തിൽ നടത്തി. പഠനം ആസ്പദമാക്കി രചിച്ച കാവ്യപദങ്ങളിലൂടെ ലേഖന സമാഹാരമായ സ്വാതന്ത്ര്യത്തിന്റെ അതിർത്തികൾ, ഓട്ടൻതുള്ളൽ കൃതിയായ മധുരാശാപം എന്നീ രചനകളാണ് ചടങ്ങിൽ പ്രകാശനം ചെയ്തത്. ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള, ആര്യാട് വല്ലഭദാസ്, ജോസഫ് കെ നെല്ലുവേലി, ഡോക്ടർ ഫിലിപ്പോസ് തത്തമ്പള്ളി, ദേവസ്യ അരമന, ആലപ്പി രമണൻ, ആര്യാട് ഭാർഗവൻ, ബി ജോസുകുട്ടി, KP ബേബി, ഇ ഖാലിദ്, ദാസൻ മണ്ണഞ്ചേരി, ആലപ്പി ഋഷികേഷ്, മരുത്തോർവട്ടം കണ്ണൻ, ഉഷ, അനാമിക, ജയശ്രീ പാർവതി എന്നിവർ ചേർന്ന് യഥാക്രമം 3 പുസ്തകങ്ങളുടെയും പ്രകാശനം, സ്വീകരണം, പുസ്തക പരിചയം, ആദ്യ വിൽപ്പന, ഏറ്റുവാങ്ങൽ എന്നിവ നിർവഹിച്ചു. തുടർന്ന് പുസ്തക രചയിതാവ് അലക്സ് നെടുമുടി മറുപടി പ്രസംഗം നടത്തി. തോട്ടപ്പള്ളി ഗോപാലകൃഷ്ണൻ, പെട്ടക്കൽ മജീദ്, ചമ്പക്കുളം ബേബി, ഗോപിക രംഗൻ, ഗീതാ തുറവൂർ, KP പ്രീതി, വിനയശ്രീ, രാമങ്കരി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ലൗലി ഷാജി ചടങ്ങിന് സ്വാഗതവും രമാദേവി കൈനഗിരി നന്ദിയും പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിക്കൊപ്പമാണ് താനെന്നും വിഷയത്തിൽ നിയമപരമായി സർക്കാർ മുന്നോട്ടു പോകട്ടെ എന്നും AICC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അവർ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരിക്ക് ഒപ്പമാണ് താനെന്നും വിഷയത്തിൽ നിയമപരമായി സർക്കാർ മുന്നോട്ടു പോകട്ടെ എന്നും AICC സെക്രട്ടറി ഷാനിമോൾ ഉസ്മാൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ കോൺഗ്രസ് സമീപകാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത തരത്തിൽ സംഘടനാപരമായിട്ടുള്ള നടപടിയും എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ പുതിയതായിട്ട് ഒരു പരാതി വന്നിട്ടുണ്ടെങ്കിൽ വ്യവസ്ഥാപിതമായിട്ട് ആ പരാതിയിന്മേലുള്ള അന്വേഷണം നടക്കട്ടെ എന്നാണ് എനിക്ക് പ്രാഥമികമായിട്ട് പറയാനുള്ളത്. എന്താ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുടെ അർത്ഥം മനസ്സിലാവുന്നില്ല. സത്യത്തില് അല്ല അത് അത്തരം ചോദ്യങ്ങൾക്ക് തന്നെ അർത്ഥമില്ല.
എപ്പോഴും സ്ത്രീപക്ഷത്ത് നിന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ള വിഷയങ്ങൾ കൃത്യമായ നിലപാടെടുത്തിട്ടുള്ളവരാണ് ഞങ്ങളൊക്കെ. അതല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് വരുമ്പോൾ ഒരു വശത്ത് മറ്റൊരഭിപ്രായം, മറിച്ച് തിരിച്ചുള്ള അഭിപ്രായം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആർക്കും ശീലമില്ല. ഇതിനകത്ത് സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ടുള്ള നിലപാട് 3 മാസം മുമ്പ് തന്നെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അവർ. രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് എടുത്തത് സമീപകാലത്തൊന്നും കേൾക്കാത്ത നടപടിയെന്നും കൃത്യമായ അന്വേഷണം വിഷയത്തിൽ നടത്തണമെന്നും ഷാനിമോൾ പറഞ്ഞു. താൻ സ്ത്രീപക്ഷത്ത് തന്നെ നിലകൊള്ളുന്നു. ഇഷ്ടമുള്ള ആളുകൾ എതിർചേരിയിൽ നിൽക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക എന്ന നിലപാടില്ല. വ്യക്തികൾ പറയുന്നത് എന്തെന്ന കാര്യത്തിൽ പ്രസക്തിയില്ല. സംഘടനയുടെ നിലപാടാണ് പ്രധാനം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നും രാജ്യ തീരുമാനം വ്യക്തിയിൽ അധിഷ്ഠിതമാണെന്നും ഷാനിമോൾ പറഞ്ഞു. സ്വർണ്ണക്കൊള്ള വിവാദം വഴിതിരിച്ചുവിടാനുള്ള ശ്രമം ഇപ്പോൾ നടക്കുന്നു. കേരളത്തിലെ ജനങ്ങൾ അത് അംഗീകരിക്കില്ല എന്നും ഷാനിമോൾ ഉസ്മാൻ കൂട്ടിച്ചേർത്തു. ആരോഗ്യ പരിരക്ഷണത്തിന് ആരോഗ്യകരമായ മരുന്ന് സംഭരണ വിപണന ശൃംഖല അനിവാര്യമെന്ന് AKCDA ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട്, കൊല്ലം ഈ 4 ജില്ലകളിൽ നിന്ന് വ്യാപകമായി വ്യാജമരുന്ന് പിടിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന 1975 മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ചാരിറ്റബിൾ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്ത് ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ചാരിറ്റബിളായിട്ട് ഒരു വ്യവസായം, മാന്യമായ വ്യവസായ രംഗം ചെയ്തു വരുന്ന ഒരു സംഘടനയും ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയാണ് AKCDA. പണ്ട് പോലെ നമ്മൾ ഇവിടുത്തെ സർക്കാരിനോടും ജനങ്ങളോടും ആവശ്യപ്പെട്ടിരുന്ന് ഡിസ്കൗണ്ട് ബോർഡ് വെച്ച് സെയിൽ ചെയ്യരുത് മരുന്ന്. കാരണം മരുന്നിന് കൃത്യമായ വില നിലവാരം നിശ്ചയിക്കുന്നത് ഇവിടുത്തെ സർക്കാരാണ്. ഗവൺമെൻറ് നിശ്ചയിക്കുന്ന വിലയിലാണ്, MRP നിശ്ചയിക്കുന്ന ഗവൺമെൻറ്റാണ്. ആ വിലയിലാണ് നമ്മൾ മരുന്ന് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഗുണനിലവാരമില്ലാത്തതും വ്യാജമരുന്നുകളും വിൽക്കപ്പെടാത്ത സംസ്ഥാനമെന്ന ഖ്യാതി ഒരു കാലത്ത് കേരളത്തിന് ഉണ്ടായിരുന്നത് സംസ്ഥാനത്ത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗവും ഉത്തരവാദിത്വബോധത്തോടെയും സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചിരുന്ന ഔഷധ വ്യാപാര സമൂഹവും കാരണമാണ്. വിതരണക്കാർ, റീറ്റെയിൽ മരുന്ന് നിർമ്മാതാവ്, അംഗീകൃത വ്യാപാരികൾ, ആശുപത്രികൾ എന്നിങ്ങനെയുള്ള ശൃംഖലയുടെ പ്രവർത്തന ഫലമായി ഗുണനിലവാരമുള്ള ജീവൻ രക്ഷാ മരുന്നുകൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള വിലയോടെ ലഭ്യമായിരുന്നു എന്നതാണ് വസ്തുത. എന്നാൽ GST നടപ്പിലാക്കിയത് മുതൽ അന്യസംസ്ഥാനത്ത് നിന്ന് അംഗീകൃതമല്ലാത്ത വ്യാപാരികൾ ഡിസ്കൗണ്ട് വ്യാപാരം എന്ന വാഗ്ദാനവുമായി സംസ്ഥാനത്തേക്ക് മരുന്നുകൾ എത്തിക്കാനും സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ചുരുക്കം ചില മൊത്ത ചില്ലറ വ്യാപാരികൾ പ്രലോഭനത്തിൽ ആകൃഷ്ടരായി മരുന്നുകൾ വാങ്ങി ഡിസ്കൗണ്ട് ബോർഡുകൾ പ്രദർശിപ്പിച്ച് വ്യാപാരം തുടങ്ങിയത് വ്യാപകമായതോടെ സംസ്ഥാനത്ത് ഗുണനിലവാരമില്ലാത്തതും വ്യാജ മരുന്നുകളുടെ കടന്നുകയറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉടലെടുത്തതായും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. കൊല്ലം, തൃശൂർ, കോഴിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ വ്യാജമരുന്നുകൾ കണ്ടെത്തുകയും നിയമാനുസൃതമായുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് സ്വാഗതാർഹമായ കാര്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. AKCDA ജില്ലാ പ്രസിഡന്റ് P. പ്രസന്നകുമാർ, ജില്ലാ സെക്രട്ടറി TK അനിൽ, ട്രഷറർ R. രാജേഷ്, ഗംഗാ പ്രസാദ്, ഉണ്ണികൃഷ്ണപിള്ള, മനോജ് മാത്യു, S. ബാലചന്ദ്രൻ, K. സുഭാഷ്, A. പ്രിയാസ്, ജിജോ, C. ഫ്രാൻസിസ്, P. അശോകൻ നായർ എന്നിവർ ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SNDP യോഗം ശാഖാ നമ്പർ 409 ശ്രീ ഹരിഹര ബ്രഹ്മനിഷ്ഠ മഠം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി. നാവിൽ കൊതിയൂറും നാടൻ വിഭവങ്ങളുമായി ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ LP സ്കൂളിലെ കുരുന്നുകളുടെ നേതൃത്വത്തിലാണ് തനിമയാർന്ന രുചിക്കൂട്ടുകളുടെ മേള ഒരുക്കിയത്. സെയിന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അധ്യാപകർക്കുള്ള പരിശീലന പരിപാടിക്ക് തുടക്കമായി. റൈറ്റേഴ്സ് ഫോറം പ്രതിമാസ സാഹിത്യ സംഗമവും പുസ്തക പ്രകാശന ചടങ്ങും സംഘടിപ്പിച്ചു. ആലപ്പുഴ ചടയമൂരി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ഡോക്ടർ നെടുമുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.